Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 26th lecture on Environmental Studies. This lecture is based on Social Issues and Environment, which is the fourth module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about the topic water conservation, and in this lecture, we are going to continue with the same topic, that is water conservation. വാട്ടർ കൺസർവേഷനിൽ മെയിൻലി 3 സ്ട്രാറ്റജീസ് ഉണ്ടെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ കെയർഫുൾ മെഷേഴ്സ് ടു കൺസേർവ് വാട്ടർ ഇൻ ഡേ ടു ഡേ ലൈഫ് എന്ന സ്ട്രാറ്റജി ആയിരുന്നു. ആൻഡ് ഇതിൽ ഫസ്റ്റ് ആസ്പെക്റ്റായ ഡൊമസ്റ്റിക് കൺസർവേഷൻ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് സെക്കൻഡ് വൺ ഇസ് അഗ്രികൾച്ചറൽ കൺസർവേഷൻ. അഗ്രികൾച്ചർ ഇസ് ദ ബിഗ്ഗസ്റ്റ് വാട്ടർ യൂസർ. ആസ് വി ഓൾ നോ, അഗ്രികൾച്ചറാണ് ബിഗ്ഗസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടറും കൺസ്യൂം ചെയ്യുന്നത്. പെർഹാപ്സ് ഹാഫ് ഓഫ് ഓൾ ദ അഗ്രികൾച്ചറൽ വാട്ടർ യൂസ്ഡ് ഇസ് ലോസ്റ്റ് ടു ലീക്സ് ഇൻ ഇറിഗേഷൻ കനാൽസ്, ആപ്ലിക്കേഷൻ ടു ഏരിയാസ് വെയർ പ്ലാന്റ്സ് ഡു നോട്ട് ഗ്രോ, റൺ ഓഫ് ആൻഡ് എവാപ്പറേഷൻ. ആൻഡ് ഈ അഗ്രികൾച്ചറൽ വാട്ടർ യൂസ്ഡിൻ്റെ പകുതിയോളം ഭാഗവും ഇറിഗേഷൻ കനാൽസിലുണ്ടാകുന്ന ലീക്കേജസ് കാരണവും പ്ലാന്റ്സ് വളരാത്ത സ്ഥലങ്ങളിൽ ഈ വെള്ളം അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും റൺ ഓഫ് കൊണ്ടും എവാപ്പറേഷൻ കൊണ്ടുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ട്രെമൻഡസ് സേവിംഗ് മേ ബി അച്ചീവ്ഡ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ഫോളോയിങ് അഗ്രികൾച്ചറൽ കൺസർവേഷൻ മെഷേഴ്സ്. ഇനി പറയുന്ന അഗ്രികൾച്ചറൽ കൺസർവേഷൻ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ട്രെമൻഡസ് എമൗണ്ട് ഓഫ് വാട്ടർ സേവ് ചെയ്യാവുന്നതാണ്. ആ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് the canal should be efficiently lined on its sides and bottom to minimize the seepage. If possible, it should be covered also to reduce the evaporation. അതായത് കനാലുകൾ അതിൻ്റെ സൈഡ്സിലും ബോട്ടമിലുമൊക്കെ സീപ്പേജ് നീരൊഴുക്ക് മിനിമൈസ് ചെയ്യത്തക്ക രീതിയിൽ എഫിഷ്യൻ്റ്ലി ലൈൻ ചെയ്യുക. ആൻഡ് പോസിബിൾ ആണ് എങ്കിൽ എവാപ്പറേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ കവർ ചെയ്യുകയും ചെയ്യുക. Adopt better farming techniques such as minimum tillage, leaving crop residue on fields and ground cover on drainage ways, intercropping, etc. ബെറ്റർ ഫാമിംഗ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുക. അതായത് മിനിമം ടില്ലേജ്. ടില്ലേജ് മീൻസ് സോയിലിൻ്റെ മെക്കാനിക്കൽ മാനിപ്പുലേഷൻ ആണ്. ആൻഡ് ഇത് സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ അഫക്റ്റ് ചെയ്യും. സോയിൽ കൺസർവേഷനെയും ഇത് അഫക്റ്റ് ചെയ്യും. സോ ഇറ്റ് ഷുഡ് ബി മിനിമം. ലീവിങ് ക്രോപ്പ് റെസിഡ്യൂ ഓൺ ഫീൽഡ്സ്. ക്രോപ്പ് റെസിഡ്യൂ ഫീൽഡ്സിൽ തന്നെ ലീവ് ചെയ്യുക. And ground cover on drainage ways. There should be a ground cover on drainage ways and then intercropping, etc. Intercropping means different kinds of plants-ന്റെ ഇടയ്ക്ക് ഒരു ക്രോപ്പ് പ്ലാന്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് ഒരു ക്രോപ്പ് കൃഷി ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള ബെറ്റർ ഫാമിംഗ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുക. തേർഡ് വൺ ഇസ് ഇൻ ആരിഡ് ആൻഡ് സെമി ആരിഡ് റീജിയൻസ് എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രോപ്സ് ദാറ്റ് റിക്വയർ ലെസ് വാട്ടർ ആൻഡ് ആർ ഡ്രട്ട് റെസിസ്റ്റൻറ്റ്. അതായത് ആരിഡ് റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചളവിൽ മഴ റിസീവ് ചെയ്യുന്ന ഏരിയാസ് ആണ്, അത്തരത്തിലുള്ള റീജിയൻസ് ആണ്. ആൻഡ് ഇവിടെ 10 ഇഞ്ചസിലും കുറവാണ്, അതായത് 25 സെൻറ്റിമീറ്റേഴ്സിലും കുറവാണ് ഒരു വർഷം റിസീവ് ചെയ്യുന്ന മഴയുടെ അളവ്. ആൻഡ് സെമി ആരിഡ് റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 20 ഇഞ്ചസ് ആണ്, അതായത് 25 to 50 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് റെയിൻ പെർ ഇയർ ആണ് റിസീവ് ചെയ്യുന്നത്. സോ ഈ ഏരിയാസിൽ കുറച്ച് വാട്ടർ റിക്വയർഡ് ആയ അതുപോലെ ഡ്രട്ട് റെസിസ്റ്റൻറ്റുമായ ക്രോപ്സ് ഡെവലപ്പ് ചെയ്യുക. ആ ഒരു ഡെവലപ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുക. യൂസ് മുൾച്ച് ടു ഹെൽപ്പ് ടു റീറ്റെയിൻ വാട്ടർ അറൗണ്ട് ദ പ്ലാന്റ്സ്. മുൾച്ച് മീൻസ് ആർട്ടിഫിഷ്യൽ പ്രൊട്ടക്റ്റീവ് കവറിങ് അറൗണ്ട് ദ പ്ലാന്റ്സ്. സോ ഈ മുൾച്ച് യൂസ് ചെയ്ത് അറൗണ്ട് ദ പ്ലാന്റ്സ് വാട്ടർ റീറ്റെയിൻ ചെയ്യുക. ഫിഫ്ത്ത് വൺ ഇസ് ഇറിഗേറ്റ് ഫീൽഡ്സ് ഇൻ ദ ഏർലി മോർണിംഗ് ഓർ അറ്റ് നൈറ്റ് വെൻ എവാപ്പറേഷൻ ഇസ് മിനിമൽ. എവാപ്പറേഷൻ മിനിമലായ ടൈംസിൽ, അതായത് ഏർലി മോർണിംഗിലോ നൈറ്റിലോ ഫീൽഡ്സ് ഇറിഗേറ്റ് ചെയ്യുക. ദെൻ തേർഡ് ആസ്പെക്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ കൺസർവേഷൻ. വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ ഇൻഡസ്ട്രീസ് ആൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. ഇൻഡസ്ട്രീസിനും മാനുഫാക്ചറിങ് യൂണിറ്റ്സിനും സ്വീകരിക്കാവുന്ന വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് യൂസിങ് ഡ്രൈ കൂളിംഗ് സിസ്റ്റംസ് ഓർ കൂളിംഗ് ടവേഴ്സ് ദാറ്റ് യൂസ് ലെസ് വാട്ടർ. അതായത് ലെസ് വാട്ടർ യൂസേജ് ഉള്ള, കുറച്ച് വാട്ടർ യൂസ് ചെയ്യുന്ന കൂളിംഗ് സിസ്റ്റംസും ഡ്രൈ കൂളിംഗ് ടവേഴ്സും ഒക്കെ യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് റീയൂസ് ദ കൂളിംഗ് വാട്ടർ ഫോർ ഇറിഗേഷൻ ഓർ അതർ പർപ്പസസ്. അതായത് ഈ കൂളിംഗ് വാട്ടർ ഇറിഗേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് പർപ്പസസുകൾക്ക് വേണ്ടിയിട്ടോ റീയൂസ് ചെയ്യുക. ബൈ റീസൈക്ലിംഗ് ദ വാട്ടർ അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ തെർമൽ പവർ പ്ലാന്റ്സിൽ റീസൈക്കിൾ ചെയ്യുക. വാട്ടർ എഗെയിൻ ആൻഡ് എഗെയിൻ റീസൈക്കിൾ ചെയ്യുക. ഇത്രയും പോർഷൻസ് ആണ് ഫസ്റ്റ് സ്ട്രാറ്റജിയായ വാട്ടർ കൺസർവേഷൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജിയായ കെയർഫുൾ മെഷേഴ്സ് ടു കൺസേർവ് വാട്ടർ ഇൻ ഡേ ടു ഡേ ലൈഫിൽ വരുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.